ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ കതക് തകർത്ത് മോഷണം. കടയിൽ നിന്നും 25,000 രൂപയുടെ സാധനങ്ങളും കവർന്നു. ചാത്തന്നൂർ മീനാട് സാംസ്കാരിക നിലയത്തിന് സമീപം ലബ്ബക്കടയിൽ വീട്ടിൽ വയോധികനായ ഷാജഹാന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ആൾപ്പാർപ്പില്ലാത്ത വീടിന്റെ മുൻവാതിൽ കോടാലി കൊണ്ട് അകർത്ത് കയറിയ മോഷ്ടാക്കൾ വീടിനോട് ചേർന്നുള്ള കടയിൽ നിന്ന് 25,000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ കവരുകയായിരുന്നു. കടയിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടുവിളക്കുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നുകൊണ്ടുപോയത്. വയോധികനായ ഷാജഹാൻ നെടുങ്ങോലം പൂക്കളത്തുള്ള മകളുടെ വീട്ടിലാണ് രാത്രികാലങ്ങളിൽ താമസിക്കാറുള്ളത്. പതിവ് പോലെ രാവിലെ 9 മണിക്ക് വീടിനോട് ചേർന്നുള്ള കട തുറക്കുകയും രാത്രി 8 മണിയോടെ അടച്ച ശേഷം വീട് പൂട്ടി മകളുടെ വീട്ടിലേക്ക് പോവുകയുമാണ് ഇദ്ദേഹത്തിന്റെ രീതി. ഇന്ന് രാവിലെ കട തുറക്കാനായി ഷാജഹാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്ത് പ്രവേശിച്ച അദ്ദേഹം കാണുന്നത് മുൻവാതിൽ തകർത്ത നിലയിലാണ്. വീടിന്റെ പുറകുവശത്തിരുന്ന കോടാലി ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ മുൻവാതിൽ പൊളിച്ചത്. അലമാരകൾ കുത്തി തുറന്നു. വീടിനുള്ളിൽ കടന്ന മോഷ്ടാക്കൾ അലമാരകളും മേശകളും കുത്തിപ്പൊളിച്ച് പരമാവധി പരിശോധന നടത്തുകയായിരുന്നു. ഉള്ളിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും മുഴുവൻ തറയിൽ വാരിയിട്ട നിലയിലാണ്. എന്നാൽ ഇവിടെ നിന്ന് പണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ കണ്ടെത്താൻ മോഷ്ടാക്കൾക്ക് കഴിഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഒന്നും ലഭിക്കാതെ വന്നതോടെയാണ് മോഷ്ടാക്കൾ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കടയിലേക്ക് തിരിഞ്ഞത്. കടയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ സംഘം അവിടെയുണ്ടായിരുന്ന 25,000-ലധികം രൂപ വിലമതിക്കുന്ന ഓട്ട് വിളക്കുകളും മറ്റ് സാധനങ്ങളും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. മോഷണത്തിന് ഉപയോഗിച്ച കോടാലി വീടിന്റെ മുൻവാതിലിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് വീട്ടുടമസ്ഥൻ ഉടൻ തന്നെ വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയും വാർഡ് മെമ്പർ ചാത്തന്നൂർ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 11:30-12 മണിയോടെ ഇവിടെ കള്ളം കയറുകയും ഏകദേശം ഒരു 10-25,000 രൂപയോളം ഉള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടാണ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ആള് താമസമില്ലായിരുന്നു. വീടിനോട് ചേർന്നൊരു കടയും ഉണ്ടായിരുന്നു. വീട്ടിൽ ആള് താമസം എന്ന് വെച്ചാൽ ആളുടെ മകളുടെ വീട്ടിലേക്ക് രാത്രി പോയ സമയത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അതിനുശേഷം ആള് രാവിലെ വീട്ടിൽ വന്ന സമയത്താണ് ഇത് കാണുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം എന്നെ വിളിക്കുകയും ഞങ്ങളിവിടെ നോക്കിയപ്പോഴത്തേക്കും വീടിനകത്ത് സാധനങ്ങളെല്ലാം വലിച്ചുവാരി ഇട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കടയുടെ പൂട്ട് തല്ലിപ്പൊടിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. ആ സമയം നമ്മൾ പോലീസിനെ ബന്ധപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥർ വരികയും കട തുറന്ന് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് കടയിൽ നിന്നാണ് ഈ പറയുന്ന നാശനഷ്ടങ്ങൾ കൂടുതലായിട്ടുള്ളത്. സാധനങ്ങളും പൈസയും അടക്കം കടയിൽ നിന്ന് നഷ്ടപ്പെടുകയുണ്ടായി. ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ചാത്തന്നൂരും പരിസര പ്രദേശത്ത് ഈ മോഷണ ശ്രമങ്ങൾ ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് ശക്തമായി തന്നെ ഒരു പരിഹാരം കാണണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നാട്ടുകാരെല്ലാം ഭീതിയിലാണ്. കാര്യം ഒരു വീട് മൊത്തത്തിൽ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയും മോഷണ ശ്രമം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഭീതിയോടെയാണ് ഇപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നതും. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അടക്കം നേരത്തെ ഫോറൻസിക്കുകാർ വന്ന് അതെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ പരിശോധനകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെ വൈകാതെ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റും, കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാനടക്കമുള്ള നമ്മുടെ നാട്ടുകാരെല്ലാം. ചാത്തന്നൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.